നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കുന്നതിനോട് വിയോജിച്ച് AICC നേതൃത്വം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴികെയുള്ള MLAമാർ മത്സരിക്കും. ആരോഗ്യ കാരണങ്ങളാൽ മത്സരിക്കില്ലെന്ന് തൃപ്പൂണിത്തുറ MLA K ബാബു നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. നേതൃത്വം ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മണ്ഡലത്തിൽ K ബാബു തുടരണമെന്നാണ് നേതൃത്വം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച മുന്നേറ്റം നടത്തിയതോടെയാണ് MPമാരിൽ ചിലർ മത്സരിക്കാൻ AICC നേതൃത്വത്തോട് അനുമതി തേടിയത്. പക്ഷേ പ്രതികരണം അനുകൂലമായിരുന്നില്ല. പല MPമാർക്കും അനുകൂല ഘടകങ്ങളുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. MPമാർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കളി മാറും. ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടാണ് കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പ്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ചില ലോക്സഭാ മണ്ഡലങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. നേതാക്കളുടെ വ്യക്തിപ്രഭാവം കാരണം നിലനിർത്തിയ മണ്ഡലങ്ങളുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ തിരിച്ചടി ഉണ്ടാകാമെന്നാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. ഒരാൾക്ക് ഇളവ് നൽകിയാൽ മറ്റുള്ളവരും ആവശ്യം ഉന്നയിക്കാം. MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകണമെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് തുടർ ചർച്ചകൾ നടക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള മധുസൂദനൻ മിസ്ത്രി 13-14 തീയതികളിൽ തലസ്ഥാനത്തെത്തും. പ്രാഥമിക ചർച്ചകൾ അന്ന് നടക്കും. ജനുവരിയിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് ആലോചന. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന കേരള യാത്ര ഫെബ്രുവരി ആദ്യവാരം ആരംഭിക്കും. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി നേട്ടമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തന്ത്രം നിയമസഭയിലും പിന്തുടരാനാണ് തീരുമാനം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.